മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. കുട്ടികളോട് പറയാനുള്ളത്, ഇത് വളരെ സീരിയസ് ആയി എടുത്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ, നിങ്ങൾ ഏറ്റവും വലിയ മുതൽക്കൂട്ട് നിങ്ങളുടെ ബ്രെയിനാണ്. ആ ബ്രെയിനാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. ആ ബ്രെയിൻ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് രൂപപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും ഇതിൽ പങ്കെടുക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് സ്റ്റഡീസിലെയും കോമേഴ്സിലെയും കുട്ടികളാണ്. നിങ്ങളാണ് ഭാവിയിൽ വലിയ തലത്തിൽ നമുക്ക് പറയാൻ പറ്റണം. പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റണം, ഇന്ന ആള് PSMO കോളേജിൽ ഈ സമയത്ത് പഠിച്ച കുട്ടിയാണ്. അവരിന്ന് വലിയ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ വലിയ ഒരു ഫാക്ടറിയുടെ ഒക്കെ മാനേജിംഗ് ഡയറക്ടേഴ്സ് എന്ന തലത്തിലേക്ക് ഉയർന്നത് ഈ പരിപാടിയിൽ കൂടെയാണ്. നമ്മുടെ ഇന്നൊവേഷൻ കൗൺസിലിന്റെ ഭാഗമായിക്കൊണ്ട് ടീച്ചേഴ്സ് കൊടുത്ത ഈ ഒരു ഐഡിയയും കൺസെപ്റ്റും ഉൾക്കൊണ്ടാണ് അവർ എത്തിയതെന്ന് ഭാവിയിൽ പറയാൻ പറ്റുന്ന തലത്തിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടി ശ്രമിക്കണം. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ജയരാമൻ സാറ് നമ്മുടെ ഇതിന്റെ ഒരു ബോർഡ് മെമ്പറും കൂടിയാണ്. PSMO കോളേജിന്റെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന IIC-യുടെയും പ്രൈസിന്റെ ഒക്കെ ഒരു ഡയറക്ടർ ബോർഡ് അംഗമാണ് അദ്ദേഹം. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രിൻസിപ്പലിന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി അറിയിക്കുകയാണ്. സാർ, തുടർന്നും അങ്ങയുടെ നിർദ്ദേശങ്ങളും സഹകരണമൊക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതൊരു വൻ വിജയമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഇന്നത്തെ വെബിനാർ പ്രോഗ്രാമിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ആദരണീയനായ ജയറാം സാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർ, പ്ലീസ്. ബഹുമാന്യനായ പ്രിൻസിപ്പൽ സർ, ഡോക്ടർ ARC, പങ്കെടുക്കുന്ന മറ്റ് ആദരണീയ വ്യക്തികളെ, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ കരീം, ബാക്കി എല്ലാവർക്കും വിനയം നിറഞ്ഞ നവവത്സരാശംസകൾ. ഡോക്ടർ കരീമുമായി എനിക്ക് യൂണിവേഴ്സിറ്റി വെച്ചിട്ട് ചെറിയ പരിചയമുണ്ട്. ഞാനിവിടെ റിട്ടയർ ചെയ്ത് നാട്ടിലെത്തി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ബന്ധമാണുള്ളത്. അപ്പോൾ പരിപാടിയുമായി സഹകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ കാരണം ISRO-യിൽ വർക്ക് ചെയ്തു. നാട്ടിൽ വന്ന് വെറുതെ ഇരിക്കരുത്, പിന്നെ കുട്ടികളുമായി ബന്ധപ്പെടണം. ഇന്ന് നടക്കാൻ പോകുന്ന സെമിനാറ് നല്ലൊരു ടോപ്പിക്കാണ്, യങ് ഇന്നോവേഷൻ പ്രോഗ്രാം. ഏതായാലും ഇന്നോവേറ്റീവ് എന്റർപ്രനേഴ്സിനെയും കണ്ടെത്തി കോളേജ് ലെവലിൽ തന്നെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയും സാങ്കേതിക വിദ്യയിലും വളരെ മുന്നേറ്റം ഉണ്ടാക്കുവാൻ PSMO കോളേജിലെ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവുമുണ്ട്. ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ചും പഴയ തലമുറ വർക്ക് ചെയ്യുന്ന ഒരു ബോക്സ് മെന്റാലിറ്റി വെച്ചിട്ടാണ്. അതായത് ചെയ്തു വരുന്ന ചില കാര്യങ്ങളുണ്ട്, ചട്ടക്കൂടുകളുണ്ട്, അതിൽ നിന്നുകൊണ്ട് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് ആ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കാറ്. അതനുസരിച്ചാണ് ബാക്കി വിദ്യകളും സാങ്കേതിക കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ പുതിയ കാച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ആണ്. അതായത് ബോക്സ് മെന്റാലിറ്റി നൂതനമായ രീതിയിൽ തന്നെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസലിനെ തന്നെ പുതിയ രീതിയിൽ കണ്ടുകൊണ്ട് ഒരു പാത്ത് ബ്രേക്കിംഗ് ഒരു പുതുതായിട്ട് ഒരു അപ്രോച്ച് കൊണ്ടുവന്ന് അതിനെ വളരെയധികം പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം കാര്യങ്ങൾ ചെയ്യാനും ടെക്നോളജി ഈസ് അവൈലബിൾ ഓൺ ആൾ ഫ്രണ്ട്, പിന്നെ നമ്മളുടെ ഇന്റർനെറ്റ് ഈസ് അവൈലബിൾ എവ്രിവെയർ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് പോലും പിന്നെ വളരെയധികം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് എന്റർപ്രനേഴ്സ് നമ്മളുടെ PSMO-യുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷഭരിതരെ കാത്തിരിക്കുകയാണ് സെമിനാർ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തെളിയിക്കുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു.
ഔപചാരികമായിട്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു ജയരാമൻ സാർ. നമുക്ക് ഇതിന്റെ സെഷനിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളോട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയുടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിന്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായ PSMO കോളേജ് അലുമിനസ് കൂടെയായ മുഹമ്മദ് നബീലിനെ ക്ഷണിക്കുന്നു. Thank you, sir. Thank you, sir. Am I audible? Yeah, audible, Nabil. You continue. Okay. First of all, very good morning to one and all, and a happy New Year. Wishing happy New Year. എൻ്റെ പേര് മുഹമ്മദ് നബീൽ, പ്രിൻസിപ്പളും അതുപോലെ തന്നെ കരീം സാറും മെൻഷൻ ചെയ്ത പോലെ തന്നെ ഐ എം റിയലി ഹാപ്പി ടു സീ യു ഓൾ ഓഫ് യു, ബിക്കോസ് എൻ്റെ ഒരു ഞാൻ അവിടുത്തെ അലുമിനിയം കൂടി ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു വെബിനാർ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ കരീം സാറോടും പ്രിൻസിപ്പലിനോടും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് അവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ജയറാം സർ ഉദ്ഘാടനം ചെയ്യാൻ വന്നുള്ളതും വലിയൊരു കാര്യം തന്നെയായിട്ടാണ് കാണുന്നത്. എനിവേ, നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ മെയിൻ എയിം ആയിട്ടുള്ള യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ബ്രോഡ് ഇൻട്രൊഡക്ഷൻ തരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ചെറിയൊരു സ്ലൈഡ് പ്രസന്റേഷൻ ഉണ്ട്, അതിലൂടെ നമുക്ക് കാര്യങ്ങളൊന്ന് ഓടിച്ചു പോവാം. സർ കാണാവോ? സർ കാണാം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളുടെ KDISC എന്ന് പറയുന്നത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറയാതെ നമ്മൾ ഇന്നോവേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ KDISC എന്ന് പറയുന്നത് 2018 ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ പ്ലാനിങ് ആൻഡ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഓക്കെ. ഇത് നിലവില് ജില്ലയിൽ ഡിസ്ട്രിക്ട് ഇന്നോവേഷൻ കൗൺസിൽ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലയിലും ഇതുപോലെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ട്രിക്ട് ആർമില് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതിന്റെ ചെയർമാൻ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ആണ് അതിന്റെ കൺവീനർ എന്ന് പറയുന്നത്. ഞങ്ങൾ KDISCന്റെ പ്രോഗ്രാമിലെ മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് പറയാന്നുള്ളതേ ഉള്ളൂ. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സംതിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ പ്രൊജക്ട്സുകളാണ് അത്. ഒന്ന് മഞ്ചാടി എന്ന് പറയും. ഇറ്റ് ഈസ് ടീച്ചിങ് ഫോർ മാത്സ്, എസ്പെഷ്യലി ഫോർ ചെറിയ കുട്ടികൾക്കിടയിൽ മാത്സിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നോവേഷൻ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. എമർജിംഗ് ടെക്നോളജി സൊല്യൂഷൻ ഇൻ ഗവൺമെന്റ് സെക്ടറിൽ എമർജിംഗ് ടെക്നോളജി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി സ്റ്റേക്ക് ഹോൾഡ് പ്ലാറ്റ്ഫോം ഇൻ ഫുഡ് സെക്ടർ.
അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇന്നൊവേഷൻ കൗൺസിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ജില്ലയിൽ ഇതെല്ലാം നടത്തിപ്പോരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലാണ് ആക്ച്വലി ഡിസ്ട്രിക്ട് ഇന്നൊവേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ഇൻ ടു യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, ഇത് KDISCന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് വരുന്നത് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഫോർ ഇന്നൊവേഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ടാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആക്ച്വലി കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് യങ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ നർച്ചർ ചെയ്ത് അതുപോലെ തന്നെ റിസർച്ച്, അക്കാഡമിക് ആൻഡ് ബിസിനസ് മോഡൽ ബിൽഡിംഗ് തലത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലുള്ള ഒരു മെൻറ്റീസ് ആൻഡ് മെന്റർ, ഇതുപോലെ നമ്മൾ കോളേജുകളിൽ ഡിഫറെന്റ് കോളേജുകളിൽ നിന്ന് മെന്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കോളേജിലും ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് ഈവൻ 2 or 3 പേഴ്സൺസിനെ നമ്മൾ ഇതിന് സെലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവർ ത്രൂ ആണ് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കരീം സർ അതുപോലെ തന്നെ ഐ തിങ്ക് ഷെരീഫ് സർ ഒക്കെ ഇതിന്റെ ഫെസിലിറ്റേറ്റേഴ്സ് ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ. അപ്പോൾ അതുപോലെ ഓരോ കോളേജിലും ഇതുപോലെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പ്രോഗ്രാമിലേക്ക് കുട്ടികളെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഫെസിലിറ്റേറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ YIP ചലഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി 2 കാറ്റഗറികളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് മാസ്ട്രോ ചലഞ്ച് എന്ന് പറയും, അതുപോലെ തന്നെ സ്റ്റാർ ചലഞ്ച് എന്ന് പറയും. മാസ്ട്രോ ചലഞ്ച് എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ കോംപ്ലക്സ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി ഇഷ്യൂസ്, സോഷ്യൽ ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചലഞ്ചാണ് മാസ്ട്രോ ചലഞ്ച്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സർ, നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാൻഡമിക് സിറ്റുവേഷൻ ആണല്ലോ. ആ പാൻഡമിക് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന തീമുകൾ അല്ലെങ്കിൽ ടോപ്പിക്സുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മാസ്ട്രോ ചലഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാർ ചലഞ്ച് എന്ന് പറയുന്നത് മോർ ഫോക്കസ്ഡ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് റെസ്ട്രിക്റ്റഡ് വിത്തിൻ സ്പെസിഫിക് ഡിസിപ്ലിൻസ് ആണ്. അതിൽ ഏതാണ്ട് നമ്മളൊരു 20 ടോപ്പിക്സ് ആയിട്ട് റീഡിഫൈൻ ചെയ്തിട്ടുണ്ട് സ്റ്റാർ ചലഞ്ച് എന്ന് പറയുന്നത്. ആ ചലഞ്ചസിൽ ആ പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ആ തീമിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങളും നോക്കുന്നത്. അതേസമയം മാസ്ട്രോ എന്ന് പറയുന്നത് നമ്മൾ നിലവിലെ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ നമ്മുടെ ആ പ്രോബ്ലം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും മാസ്ട്രോ എന്ന് പറയുന്നത്. സോ ഇതൊരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ എന്താണ് YIP, അല്ലെങ്കിൽ ആ YIP-ലേക്ക് ആരൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, എങ്ങനെയാണ് അതിന്റെ ഒരു ഫ്രെയിം വർക്ക് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആണ്. ഇതെല്ലാം ത്രൂ ഒരു ഡിജിറ്റൽ ഐഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ICT അക്കാഡമിയാണ് ഇതിന്റെ ഡിജിറ്റൽ IT പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ ഐഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് YIP പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ രജിസ്ട്രേഷഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയായതുകൊണ്ട് നമ്മൾ മലപ്പുറം ജില്ലയിൽ നിലവിൽ 101 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിൽ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ഐ മീൻ നമ്മുടെ കോളേജസ് ആവാം, സ്കൂൾ ലെവലിൽ തുടങ്ങുന്ന അറൗണ്ട് ഹൈസ്കൂൾ തൊട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വരെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിലെ കണ്ടീഷൻ പ്രകാരം അറൗണ്ട് 100 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിലവിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് YIP പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. Then state evaluation for 2019-20 with participation of 11 institution research and development centers ആണ് മെയിൻ ആയിട്ട് നമ്മുടെ നിലവില്
ഈ ഇവാലുവേഷൻ പ്രോസസ്സ് ഈ ഒരു പ്രോഗ്രാം ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൽ വരുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഐഡിയ അല്ലെങ്കിൽ ടോപ്പിക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് മെയിൻലി ഈ ഒരു 11 ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരുന്നു കഴിഞ്ഞ വർഷം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മേജർ ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അതിനെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ആൻഡ് ഏതൊക്കെ തിമാറ്റിക് ഏരിയാസ് ആണ് YIP 2020 കൈകാര്യം ചെയ്യുന്ന ഒരു ചെറിയൊരു സ്ലൈഡാണ് ഇത്. ഇതിൽ നമ്മൾ അഗ്രികൾച്ചർ ഉണ്ട്, അതുപോലെ തന്നെ അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, ഡയറി, അതുപോലെ തന്നെ സോളിഡ് ലിക്വിഡ് ആൻഡ് ഹസാർഡഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, വാട്ടർ കൺസെപ്റ്റ് ഉണ്ട്, കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ സ്പെഷ്യലി ആയുർവേദ, അതുപോലെ തന്നെ ഹോമിയോപ്പതി, naturopathy, Siddha, Unani, etc. Then traditional industries, അതുപോലെ തന്നെ business model innovation. This is really helpful for commerce background or എല്ലാ ബാക്ക്ഗ്രൗണ്ടുകൾക്കും പറ്റും, എങ്കിലും ഞാൻ ഒന്നുകൂടിയും ഫോക്കസ് ആയി പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ തന്നെ assistive technologies, energy, problems of children, problems of elderly, then climate change and disaster management, post-pandemic innovation, and yoga. These are the main thematic area of YIP 2020. ഞാൻ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ ഒന്ന് സൂചിപ്പിച്ചു, we have 2 challenges. One is Mastro challenges, another one is Star challenge. So Mastro challengeൽ ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് മാത്രം ഓറിയന്റഡ് അതാണ് പോസ്റ്റ് പാൻഡമിക് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. ബാക്കി വരുന്ന തീമുകളൊക്കെ സ്റ്റാർ ചലഞ്ച് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു തീമിലാണ് ബാക്കി വരുന്ന ടോപ്പിക്സ് ഒക്കെ വരുന്നത്. ദെൻ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു YIP പ്രോഗ്രാമിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്ട്രേഷൻ ഓഫ് YIP ചലഞ്ച് നമ്മുടെ കുട്ടികൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് എ പ്രിലിമിനറി സ്ക്രീനിങ് നടക്കും. ആ പ്രിലിമിനറി സ്ക്രീനിങ്ങിൽ നിന്ന് സെലക്ട് ആവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വി ഹാവ് എ വെബിനാർസ് ഓൺ ഡിസൈൻ തിങ്കിങ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസൈൻ ഫോർ സോഷ്യൽ എന്റർപ്രൈസ്. ഇതുപോലത്തെ വെബിനാർസുകൾ ഈ പെർട്ടിക്കുലർ സ്ക്രീനിങ് കഴിഞ്ഞ് സെലക്ട് ചെയ്യപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, even after these webinars, we have a given time for modifying the submission. സബ്മിറ്റ് ചെയ്യപ്പെട്ട് സെലക്ട് ചെയ്യപ്പെട്ട കുട്ടികൾക്ക് ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കും. Then after that we have district evaluation. District evaluation is done by അല്ലെങ്കിൽ doing by this particular institution. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞ 11 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓൾറെഡി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സെലക്ട് ചെയ്യപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് അതാത് ടോപ്പിക്കുകൾ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ആയുർവേദ കോളേജാണ് വൺ ഓഫ് ദ പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആണ്. അത് ആയുർവേദയിലുണ്ട്, ഹോമിയോപ്പതി, ആൻഡ് ആഫ്റ്റർ ദാറ്റ് 3 more ടോപ്പിക്സ്. ഓക്കെ, അങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇതുപോലെ ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ണർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരും അതുപോലെ തന്നെ അവർക്ക് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇവാലുവേറ്റേഴ്സും കൂടി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ സ്ക്രീൻ ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ട്രിക്ട് ഇവാലുവേഷൻ ലെവലിലേക്ക് എത്തുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സ്റ്റേറ്റ് ലെവൽ ഇവാലുവേഷൻ ഉണ്ടാവും. ദെൻ അനൗൺസ്മെന്റ് ഓഫ് ദി വിന്നേഴ്സ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു YIPയുടെ പ്രോസസ്സ് വരുന്നത്. ദെൻ ഇതില് KDISC അല്ലെങ്കിൽ എന്താണ് നമ്മുടെ YIP പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വി ഹാവ് ഗിവിംഗ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതുപോലെ തന്നെ അക്കാഡമിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, റിസർച്ച് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 yearsനാണ് ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടീമിനെ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് 3 വർഷത്തേക്കാണ് നമ്മൾ സപ്പോർട്ട് നൽകുന്നത്. അത് ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്
മേ ബി ഒരു പെർട്ടിക്കുലർ ടീം അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രൊജക്ട് അവര് അതിന് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രോട്ടോടൈപ്പ് മേക്കിങ്ങിന് കുറച്ച് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഈവൻ ഈ പ്രൊഡക്റ്റ് ഓറിയന്റഡ് അല്ല, ഒരു പെർട്ടിക്കുലർ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ആ റിസർച്ച് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി വരുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടായിരിക്കും KDISC നൽകുക. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ഒരു മെന്റർ അല്ലെങ്കിൽ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന വേറെ ഏതെങ്കിലും ഒരു ലാബ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടും ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അവസരമാണ് KDISC ഒരുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഓഫർ ചെയ്യുന്നതാണ് ആക്ച്വലി ഈ YIP ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലൂടെ KDISC നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്. 2018 തുടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് ഇപ്പോൾ 3 വർഷമായിട്ട് തുടർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 102 പ്രൊജക്റ്റുകളാണ് കഴിഞ്ഞ വർഷം സെലക്ട് ആയിട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോ 2020-2023 ഇതുപോലെ ഫസ്റ്റ് സൈക്കിൾ ജൂലൈയിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരത്ത് കുറച്ച് പാൻഡമിക് സിറ്റുവേഷൻ ഒക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ പലർക്കും പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അറ്റ് പ്രസന്റ്ലി December 18th സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്കൻഡ് സൈക്കിൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പോ നിലവിൽ 7th വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 31st ആയിരുന്നു അതിന്റെ രജിസ്ട്രേഷൻ ക്ലോസിംഗ് ടൈം. ബട്ട് കുറച്ച് ആളുകൾ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് കാരണം നമ്മളത് January 7th വരെ അത് രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു എഞ്ചിനീയർ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഈവൻ MBBS സ്റ്റുഡൻസിനോ ഒന്നും മാത്രമല്ല ഒരു വണ്ടർ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ നോർമൽ സ്റ്റുഡൻസിനായിട്ടുള്ള നമ്മുടെ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആർട്സ് സയൻസ് കോളേജിൽ പഠിക്കുന്നവർക്കും ഇങ്ങനത്തെ പല ചരിത്രങ്ങളും മാറി വരുന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മുടെ സയന്റിസ്റ്റുകളുടെ ആയിട്ടുള്ള ഐൻസ്റ്റീൻ ആയാലും ഈവൻ ന്യൂട്ടൺ ആയാലും അവരാരും എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ MBBS ഒന്നും കഴിഞ്ഞവരല്ല. സോ യു ഹാവ് ദ കപ്പാസിറ്റി, you should register with any idea which have some innovation. അത് മാത്രമേ ഉള്ളൂ നമ്മൾ KDISC നോക്കുന്നത്. എന്തെങ്കിലും ഒരു പുതിയ ഇന്നോവേഷീവ് ആയിട്ടുള്ള ഒരു ഐഡിയ, അത് പഴയ ഐഡിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം അതിൽ ഉണ്ടാവണം എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും KDISC-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. സോ I will give you a brief introduction എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി ഇതിന്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളും എൻ്റെ കൊളീഗായിട്ടുള്ള രാജശ്രീ she will discuss more. So I will hand over to Rajashri for this registration process. Thank you. Thank you, Nabil. KDISC-നെ കുറിച്ചും YIP-നെ കുറിച്ചും ഒരു നല്ല രീതിയിൽ ബ്രീഫിംഗ് എല്ലാവർക്കും ഒരു ഇനിഷ്യൽ ഐഡിയ തന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പ്രോഗ്രാമിന്റെ പങ്കാളികളാകാൻ നിങ്ങൾ കടന്നു പോകേണ്ട ഒരു സെറ്റ് ഓഫ് രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഒരു സ്ക്രീൻ ഷെയറിലൂടെ ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വിഷിംഗ് എവറിബഡി എ ഹാപ്പിയസ്റ്റ് ആൻഡ് ഹെൽത്തി ന്യൂ ഇയർ അഹെഡ്. ആൻഡ് വെൽ, ഞാനിപ്പോ PPT ഷെയർ ചെയ്യാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് രജിസ്ട്രേഷന്റെ പോസ്റ്റർ ആയാലും ബ്രോഷർ ആയാലും പല ഗ്രൂപ്പുകൾ വൈസ് ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് YIP-യുടെ ഭാഗമാകാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്?
YIPയുടെ നമുക്ക് ഹോം പേജ് ഉണ്ട്. അതിന് yip.kerala.gov.in എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഞങ്ങൾ ഡയറക്റ്റ് ഹോം പേജിലേക്ക് കയറി പോകാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിന്റെ രജിസ്ട്രേഷൻ പേജിലേക്ക് കടന്നു പോകാനുള്ള ലിങ്ക് നിങ്ങളുടെ പോസ്റ്ററിലോ അല്ലെങ്കിൽ ബ്രോഷറിലോ അവൈലബിൾ ആയിരിക്കും. അതിൽ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡയറക്റ്റ് YIP എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഞങ്ങളുടെ ഹോം പേജ് അവൈലബിൾ ആയിരിക്കും. അതിൽ ഞങ്ങളുടെ ഹോം പേജ് വരുന്നത് ഇങ്ങനെയാണ്. YIP 2020യുടെ റൈറ്റ് സൈഡിലായിട്ട് പോസ്റ്റ് ഒരു ഐഡിയ എന്നുള്ള ഒരു ബോക്സ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പോയാൽ നമ്മുടെ രജിസ്ട്രേഷൻ പാർട്ടിന്റെ സ്റ്റെപ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷൻ പാർട്ടാണ്. അതിൽ കോളേജിന്റെ പേര്, ഡീറ്റെയിൽസ്, ഏതാണ് ഡിസ്ട്രിക്ട്, ഏതാണ് ലോക്കൽ ബോഡി, ബ്ലോക്ക് ഏതാ വരുന്നത്, ലോക്കൽ ബോഡി ഏതാ വരുന്നത്, ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ പാർട്ടുകൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ഈ കോളേജിന്റെ പേര് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനിൽ കാണുന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ബ്ലൂ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിന്റെ പേര് സെലക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡ്രോപ്പ് ഡൗണിൽ അത് സെലക്ടഡ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്ട്രേഷനിൽ ജസ്റ്റ് ഇങ്ങനെയാണ് വരിക. അതിൽ ഡീറ്റെയിൽസ്, കോളേജിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. Then you will get a dialog box like this. Means registration part complete ആണ്. Means institution registration part step 1 complete ആയിട്ടുള്ള ഒരു dialog box നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി കോണ്ടാക്ട് രജിസ്ട്രേഷൻ ആണ്. പ്രൈമറി കോണ്ടാക്ട് രജിസ്ട്രേഷനിൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. എന്താണ് പ്രൈമറി കോണ്ടാക്ട്? ഒരു 2 മുതൽ 5 വരെയുള്ള മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് വേണം ഇതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 മുതൽ മാക്സിമം 5 മിനിമം 2 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്യുക. അതിൽ ഐഡിയ ആരാണോ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ലീഡർ ആണോ പ്രൈമറി കോണ്ടാക്ട് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല. ഈ പ്രൈമറി കോണ്ടാക്ട് എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിനെ ഈസിലി ടീം മെമ്പേഴ്സിൽ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും, അദ്ദേഹത്തിന്റെ മെയിൽ ID അല്ലെങ്കിൽ ത്രൂ മെയിൽ അല്ലെങ്കിൽ കോൾ ആയാലും ശരി, ഞങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ അസൈൻ ചെയ്യുക പ്രൈമറി കോണ്ടാക്ട് ആയിട്ട്. അദ്ദേഹത്തെ വേണം നിങ്ങൾ പ്രൈമറി കോണ്ടാക്ട് ആയിട്ട് സെലക്ട് ചെയ്യാൻ. പ്രൈമറി കോണ്ടാക്ട് രജിസ്ട്രേഷന്റെ പാർട്ടിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പ്രൈമറി കോണ്ടാക്ട് ആരാണ് അസൈൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. 2 മുതൽ 5 വരെയുള്ള മെമ്പേഴ്സുള്ള ഗ്രൂപ്പുകളായിട്ട് ഫോം ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്, ഈ പ്രൈമറി കോണ്ടാക്ട് നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ ഗ്രൂപ്പിലെ ഒരാളെയും ഞാൻ അസൈൻ ചെയ്യാൻ പറഞ്ഞു പ്രൈമറി കോണ്ടാക്ട് ആയിട്ട്. പിന്നെ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് തോന്നാം. ആക്ച്വലി ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ 8th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾ മുതൽ സീനിയർ റിസർച്ച് ഫെല്ലോ വരെയുള്ള ആൾക്കാരെ എയിം ചെയ്തിട്ടുള്ളതാണ് ഈ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ ഈ സ്കൂൾ ലെവലുള്ള കുട്ടികളെ നമുക്ക് പ്രൈമറി കോണ്ടാക്ട് ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പൊ ആ കേസിൽ അവരുടെ പ്രൈമറി കോണ്ടാക്ട് ആയിട്ട് എടുക്കുന്നത് അവരുടെ ഗാർഡിയനോ പാരന്റോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ ആയിരിക്കും. അങ്ങനെ എടുക്കുമ്പോൾ അവർ ഒരിക്കലും ആ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിരിക്കില്ല, ഇല്ലല്ലോ. സോ അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൈമറി കോണ്ടാക്ട് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ കോളേജ് ലെവലിൽ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ എന്തായാലും ഈ ഗ്രൂപ്പിലെ മെമ്പർ തന്നെ ആയിരിക്കും പ്രൈമറി കോണ്ടാക്ട്. സോ നിങ്ങൾക്ക് അതിൽ എസ് എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ നമ്പേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. 2 മുതൽ 5 വരെയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ മീൻസ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്യുക. ദെൻ എത്രയാണോ നിങ്ങളുടെ മെമ്പേഴ്സ് ആ നമ്പർ സെലക്ട് ചെയ്യുക. ഇനി സെലക്ട് ചെയ്ത മെമ്പേഴ്സിനെ നമ്മൾ ഐഡിയേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ വരുമ്പോൾ തന്നെ പല ടേംസുകൾ നിങ്ങൾക്ക് ന്യൂ ആയിരിക്കാം അല്ലെങ്കിൽ പലർക്കും പരിചിതവുമായിരിക്കാം. ഐഡിയേറ്റർ, ഐഡിയ, ദെൻ പ്രൈമറി കോണ്ടാക്ട്, മെന്റേഴ്സ്, അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഐഡിയേറ്റേഴ്സ് ഒന്നും ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല, നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ, നിങ്ങളുടെ ഐഡിയ കൊണ്ടുവരുന്ന കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ ഐഡിയേറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഐഡിയേറ്റേഴ്സ് നിങ്ങൾ 2 മുതലുള്ള 5 വരെയുള്ള മെമ്പേഴ്സായി തിരിച്ച നിങ്ങൾ ആരെയാണോ നിങ്ങൾ എത്ര നമ്പേഴ്സാണോ കൊടുത്തിരിക്കുന്നത് അത്രയും ഐഡിയേറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. മീൻസ് ഐഡിയേറ്റർ 1 നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡിന്റെ 2 സൈഡും മീൻസ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ കയറ്റുക. ആൻഡ് ദെൻ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം.
30 KB ആണ് മാക്സിമം സൈസ്. PDF ആയിട്ടോ അല്ലെങ്കിൽ JPG ഫയലായിട്ടോ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഓരോ ഐഡിയേറ്ററിന്റെയും താഴെ നിങ്ങളാണോ പ്രൈമറി കോണ്ടാക്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി നിങ്ങൾ പ്രൈമറി കോണ്ടാക്റ്റിന്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മൊബൈൽ നമ്പറും മെയിൽ അഡ്രസ്സും കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമുക്കിതിൽ റീ എഡിറ്റിംഗ് ഓപ്ഷൻ ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് ഇല്ല. സോ നിങ്ങൾക്ക് പ്രൈമറി കോണ്ടാക്റ്റിന്റെ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് വളരെ ശ്രദ്ധാപൂർവം മെയിൽ ID കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിപ്പോൾ ഐഡിയ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 3rd സ്റ്റെപ്പ് ആണ്. ഈ നെക്സ്റ്റ് ഐഡിയ രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഐഡിയ രജിസ്ട്രേഷൻ പാർട്ടിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ പ്രൈമറി കോണ്ടാക്റ്റിന്റെ മെയിൽ IDക്ക് ഞങ്ങൾ അയക്കുന്ന മെയിൽ റിസീവ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ. സോ പ്രൈമറി കോണ്ടാക്റ്റിന്റെ മെയിൽ ID എൻ്റർ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ച് എൻ്റർ ചെയ്യുക. സോ നമുക്ക് ഈ പാർട്ടിൽ ഈ സ്റ്റെപ്പ് 3ൽ നിങ്ങളുടെ ഐഡിയേറ്റേഴ്സിന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഡേറ്റ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സാണ്. ഐഡിയേറ്റർ രജിസ്ട്രേഷൻ പാർട്ട്, അതായത് ഐഡിയേറ്റേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സക്സസ്ഫുള്ളി സീവ്ഡ് എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് വരുന്നതായിരിക്കും. അതിന് തൊട്ടു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ആ പ്രൈമറി കോണ്ടാക്റ്റിന്റെ മെയിൽ IDക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും, ഒരു ലോഗിൻ ക്രെഡൻഷ്യലും. ഇനി ആ ലോഗിൻ ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനുള്ള ലിങ്കും അതിൽ അവൈലബിൾ ആയിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന പേജ് ഇങ്ങനെയായിരിക്കും. ഈ പേജിൽ നിങ്ങളുടെ മെയിലിൽ വന്നിട്ടുള്ള ലോഗിൻ ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഐഡിയ രജിസ്ട്രേഷൻ. ഇതാണ് നിങ്ങളുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഇതിലാണ് നിങ്ങളുടെ ഐഡിയ, എന്ത് ഐഡിയ ആണോ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത്, ആ ഐഡിയ സാധൂകരിക്കാവുന്ന അതിന്റെ സമ്മറീസ് എല്ലാം എൻ്റർ ചെയ്യേണ്ടത് ഈ പാർട്ടിലാണ്. ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒരു കാരണവശാലും മൊബൈലിൽ ഇത് രജിസ്ട്രേഷൻ ചെയ്യരുത്. കാരണം ഇതിന് പല ഓപ്ഷൻസും ഇപ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഐഡിയ രജിസ്ട്രേഷൻ, റീസെറ്റ് പാസ്വേഡ്, ഈ ഒരു ഓപ്ഷൻസ് ഒന്നും അതിൽ കാണില്ല, മീൻസ് മൊബൈലിൽ കാണില്ല. സോ നിങ്ങൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നിങ്ങൾ മാക്സിമം രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്കപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഐഡിയ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ടാബ് ക്ലിക്ക് ചെയ്താൽ ഇനി നമുക്ക് മെയിൻ പാർട്ട് ഓഫ് രജിസ്ട്രേഷൻ ആണ് ഐഡിയ. നിങ്ങൾ നബീൽ, എൻ്റെ കൊളീൻ നബീൽ വളരെ ക്ലിയർ ആയിട്ട് ഏതൊക്കെ തീംസ് ആണ്, ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾക്ക് ഐഡിയ പ്രപ്പോസ് ചെയ്യാൻ പറ്റുന്നത് എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു ക്ലിയർ സ്ട്രക്ചർ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. 2 ടൈപ്പ് ചാലഞ്ച് ആയിട്ടാണ് ഞങ്ങൾ തീമുകൾ അല്ലെങ്കിൽ ഐഡിയ ചോദിക്കുന്നത്. 2 ചാലഞ്ച് ആയിട്ടാണ് നമ്മുടെ തീംസ് വരുന്നത്. ഫസ്റ്റ് മാസ്ട്രോ ചാലഞ്ച്, സെക്കൻഡ് സ്റ്റാർ ചാലഞ്ച്. മാസ്ട്രോ ചാലഞ്ച് ഇതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ, പോസ്റ്റ് പാൻഡമിക് സിറ്റുവേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, കൊറോണ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഈ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ. ഈ പോസ്റ്റ് പാൻഡമിക് ഇന്നോവേഷൻസ്, ദാറ്റ് മീൻസ് പോസ്റ്റ് പാൻഡമിക് കണ്ടീഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇന്നോവേഷൻസ് നിങ്ങൾക്ക് ഏത് ടെക്നോളജി അല്ലെങ്കിൽ ഏത് മേഖല ഓറിയന്റഡ് ആയിട്ടായാലും ആ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഏത് മേഖല ഹെൽപ്പായിട്ടായാലും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണെങ്കിൽ അത് നിങ്ങൾക്ക് മാസ്ട്രോ ചാലഞ്ചിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ ചാലഞ്ച് അഡ്മിസിബിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ ഓപ്ഷനിൽ മാസ്ട്രോ ആണോ ചാലഞ്ച് ആണോ ചോദിക്കും. അപ്പോൾ പോസ്റ്റ് പാൻഡമിക് റിലേറ്റഡ് ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് മാസ്ട്രോ സെലക്ട് ചെയ്യാം. ഇല്ല, ഇനി അതല്ല എങ്കിൽ നമുക്ക് സ്റ്റാർ ചലഞ്ചിൽ ഒരു 21 സബ് തീംസ് വരുന്നുണ്ട്. ആ തീംസിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നോക്കിയാൽ നമുക്ക് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഡയറി, അങ്ങനെ ഒരുപാട് തീംസ് കാണും. ഇനി ഈ ഒരു മേഖലയിൽ വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി തോന്നുന്ന കുറെ ഡൗട്ട്സുകൾ, ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതിൽ ഞാൻ കുറച്ച് സെലക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് ഒരു വൺ ഓഫ് ഡൗട്ടാണ്, എന്താണ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഗ്രികൾച്ചർ കുട്ടികളല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ആ സ്റ്റുഡൻ്റ് അല്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ ഇതിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾ അഗ്രികൾച്ചർ സ്റ്റുഡൻസിന് മാത്രമാണ് ഈ തീമിൽ എന്ന് ഞങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ഈ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്ന ഇന്നോവേഷൻ, നിങ്ങൾ കൊണ്ടുവരുന്ന ഈ ഐഡിയയുടെ ഫൈനൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ സർവീസ് ആർക്കാണോ നിങ്ങളുടെ എൻഡ് യൂസർ, ആരാണോ നിങ്ങളുടെ എൻഡ് യൂസർ, ആർക്കാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ നിങ്ങൾക്ക് ആർക്കാണോ യൂസ്ഫുൾ ആവുന്നത്,
ആ മേഖലയിൽപ്പെട്ടവർക്കാണ് ആ മേഖല നോക്കിയിട്ട് വേണം നിങ്ങൾ തീം സെലക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഒരു കൂട്ടം എഞ്ചിനീയർ കുട്ടികൾ ഇറക്കിയ ഒരു അവരുടെ ഒരു ഐഡിയ ആയിരുന്നു കാട്ടാന ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നത്. അവർ എഞ്ചിനീയർ കുട്ടികളായിരുന്നു. അവര് എന്ന് പറയുമ്പോൾ മീൻസ് അഗ്രി റിലേറ്റഡ് അല്ല, അവര് ടെക്കികളാണ്. ആ കുട്ടികൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കാട്ടാന ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതാണ്. സോ അവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫാമേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അവരുടെ തീം ഒബ്വിയസ്ലി അഗ്രികൾച്ചർ ഫീൽഡിലാവും വരിക. സോ അങ്ങനെ വേണം നിങ്ങളുടെ ഫൈനൽ ഐഡിയ ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാരെയാണോ ഹെൽപ്ഫുൾ ആക്കുന്നത് ആ തീം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അടുത്തത് ഇനിയിപ്പോൾ ഡയറി ഫിഷറീസ് അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന വേറൊരു തീമാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഐഡിയ, അതായത് ഡിവൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഏത് തന്നെ ആയിക്കോട്ടെ, അത് ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഇൻ ദ സെൻസ് ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞതല്ല, എന്ത് തന്നെ ആയാലും ആ ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരെ, ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ ഹെൽപ്ഫുൾ ആവാൻ സാധിക്കുന്ന, അവരെ ഹെൽപ്ഫുൾ ആക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ആണ് നിങ്ങളുടെ ഐഡിയ എങ്കിൽ അത് അസിസ്റ്റീവ് ടെക്നോളജിയിലാണ് പെടുന്നത്. ഈ ഒരു തീം എടുത്ത് പറയാൻ കാരണം കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു എന്താണ് അസിസ്റ്റീവ് ടെക്നോളജി, ഞങ്ങൾ ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ തീം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ ഡിവൈസോ ആണെങ്കിൽ നമുക്ക് ആ തീമിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതായത് എന്തെങ്കിലും സ്കൂട്ടർ അല്ലെങ്കിൽ വോക്കേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർത്തോട്ടിക് ഡിവൈസസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിൽ എന്തെങ്കിലും ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ കൂടി അതിലൊരു ഇംപ്രൂവ്മെന്റ് ആയിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങളുടെ ഏരിയ, അതായത് ഇപ്പോൾ ടെക്കികൾക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ഓരോരുത്തർക്കും നമുക്കും ഒരു ചെറിയൊരു സ്പാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ സ്പാർക്കിന് നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് ആക്കാൻ സാധിക്കുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ചലഞ്ച് ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്തു. പോസ്റ്റ് പാൻഡമിക് ആണെങ്കിൽ മാസ്ട്രോ, ബാക്കി തീംസ് ആണെങ്കിൽ സ്റ്റാർ ചലഞ്ച്. ദെൻ നമുക്ക് ഈ ഐഡിയ സാധൂകരിക്കാവുന്ന നിങ്ങളുടെ ഐഡിയാസിനെ സാധൂകരിക്കാവുന്ന സമ്മറീസ് എൻ്റർ ചെയ്യാനുള്ള ബാക്കിയുള്ള ബോക്സുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയാസിനെ സമ്മറി, അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഐഡിയ, എന്ത് പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്തത്, ഈ പ്രോബ്ലം ആരെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഐഡിയനെ സാധൂകരിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ ഇതിൽ എൻ്റർ ചെയ്യുക. ഇതിൽ നമ്മൾ മാക്സിമം 500 വേർഡ്സ് അല്ലെങ്കിൽ 100 വേർഡ്സ് അല്ലെങ്കിൽ 25 to 35 വേർഡ്സ് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് അതേപോലെ തന്നെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഫൈനലി ഒരു പാറ്റന്റ് അപ്ലൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാൻ കാരണം ഇത് റിസർച്ച് സ്കോളേഴ്സിനും PhD ചെയ്യുന്ന അല്ലെങ്കിൽ സീനിയർ റിസർച്ച് ഫെല്ലോനൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ഓൾറെഡി പാറ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ എസ് എന്ന് കൊടുത്ത് അവരുടെ ഡേറ്റ എൻ്റർ ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് അതില്ലെങ്കിൽ ലീവ് ഇറ്റ് നോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൽ വിടാവുന്നതാണ്. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതിലൊരു മെന്റേഴ്സിന്റെ, നിങ്ങളുടെ പ്രോജക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ കോളേജിലെ ഗൈഡ് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറും ആയിരിക്കാം. അവരുടെ പേര് നമ്മൾ ഇതിലെ മെന്റർ എന്ന് നമ്മളടുത്ത് പറയുന്നു. ആ മെന്ററിന്റെ പേര്, ഡെസിഗ്നേഷൻ, മൊബൈൽ നമ്പർ, മെയിൽ ID എന്നിവ എൻ്റർ ചെയ്യാവുന്നതാണ്. മെന്ററിന്റെ പേരും മൊബൈൽ നമ്പറും ഡെസിഗ്നേഷനും മെയിലും എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ രജിസ്ട്രേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്താൽ കൺഫർമേഷൻ മെയിൽ പോകുന്നത് മെന്ററിനായിരിക്കും. ആ മെന്റർ ഈ ഒരു അപ്രൂവൽ, ഈ ഒരു ഐഡിയയുടെ മെയിൽ വന്നു കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ മെയിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരു അപ്രൂവൽ ഒരു പാർട്ടും കൂടി ഉണ്ട് മെന്റർക്ക്, അത് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെന്ററിന് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ മെയിൽ ID വളരെ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്യാൻ നോക്കുക. ശ്രദ്ധിച്ച് തെറ്റാതെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നമുക്ക് ഫൈനലി നിങ്ങളുടെ പ്രോജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. ഇനി ഇൻ കേസ് ഇല്ലെങ്കിൽ ലീവ് ഇറ്റ് ലൈക്ക് നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നിൽ എന്ന ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിടാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു വേർഡ് ഫയലോ അല്ലെങ്കിൽ ഒരു PDF ഫയലോ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയനെ സാധൂകരിക്കാവുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ലീവ് ഇറ്റ് ആസ് സച്ച് അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നിൽ എന്ന് ടൈപ്പ് ചെയ്ത് വിടാവുന്നതാണ്. ഒരു കാരണവശാലും ഒരു വീഡിയോ ലിങ്കോ അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്കോ ഈ ബോക്സിൽ എൻ്റർ ചെയ്യരുത്. കാരണം രജിസ്ട്രേഷൻ ഫൈനൽ സബ്മിഷൻ
സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് മെയിൽ ഐ ഡിക്ക് ആയിട്ട് കയറി പോകും. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ലിങ്ക് ആയിട്ട് കൊടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. ഇതോടെ നമുക്ക് സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പാർട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ഐഡിയ, ഏതെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു ക്ലാസ് മുറികളിൽ കിട്ടുന്ന എന്തെങ്കിലും സ്പാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയ വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ സമൂഹത്തേക്ക് ഇറങ്ങി ചെല്ലുക, ഒരു കൂട്ടം ആൾക്കാരുടെ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ നോക്കുക, വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നോക്കുക. ഒരു സ്പാർക്ക്, അത് എവിടെ നിന്നാണ്, ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് എനിക്ക് ആ സ്പാർക്ക് തോന്നുന്നത് എങ്കിൽ ആ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഐഡിയ, ആ ഒരു സ്പാർക്ക് നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു ഐഡിയ, ഞങ്ങളിപ്പോൾ ഈ ഒരു ആർട്സ് സയൻസ് കോളേജ് കുട്ടികളെ ഞങ്ങൾക്ക് എന്ത് കിട്ടാൻ, ഞങ്ങൾക്ക് എന്ത് ഐഡിയ ആണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണോ എന്നുണ്ടാവുന്ന ഒരുപാട് പേർക്ക് ഉണ്ടാവും. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക, നിങ്ങൾ അടുക്കളയിൽ പോവുക, നിങ്ങളുടെ ഓറിയന്റഡ്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റോ ഒരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയ മാത്രം സബ്മിറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. സ്പാർക്ക് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വരാവുന്നതാണ്. ഏത് ഏരിയ റിലേറ്റഡ് ആയിട്ടായാലും നിങ്ങൾ ഇതിൽ ധൈര്യപൂർവ്വം രജിസ്റ്റർ ചെയ്യുക. ഈ രജിസ്ട്രേഷൻ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. രാജശ്രീ മാഡം, താങ്ക് യു. ഞാൻ മുമ്പായിട്ട് ഇപ്പൊ കുട്ടികൾക്ക് ഐഡിയ ഇല്ല, പുറത്തുനിന്ന് ഒരാള് ഐഡിയ ഇപ്പൊ കോളേജിന്റെ പുറത്ത്, കോളേജ് PSMO കോളേജിൽ അല്ലാത്ത ഒരാളെ അടുത്ത് ഐഡിയ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അയാളുമായിട്ട് ജോയിൻ ചെയ്ത് ഐഡിയ സമർപ്പിക്കാവുന്നതല്ലേ രാജശ്രീ മാഡം? അങ്ങനെ പറ്റില്ല സാർ. നമുക്ക് സ്ട്രിക്ട്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാക്ക്ഗ്രൗണ്ട് വേണം എന്നതാണ്. സോ അതെ, ഐഡിയേറ്റർ എന്നുള്ളത് PSMO കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. അതെ സാർ. ഇപ്പൊ നമ്മൾ 5 കുട്ടികളാണ് നമ്മുടെ കോളേജിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ 5 കുട്ടികളും ആ കോളേജിലെ കുട്ടികളാണെന്നേ ഉണ്ട്. അത് നിർബന്ധമാണ്. പല ഇയറിൽ, ഇപ്പോൾ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്ന ഒരു ബാച്ച് കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഔട്ട്സൈഡ് ഓഫ് കോളേജ് നമ്മളത് ചെയ്യില്ല. നമ്മുടെ കോളേജിൽ തന്നെ കുട്ടികളായിരിക്കണം. ഇയറിൽ ഡിഫറൻസ് ഉണ്ടായാലും പ്രശ്നമില്ല. മീൻസ് ഫസ്റ്റ് ഇയറിലെ 2 കുട്ടികളും ലാസ്റ്റ് ഇയറത്തെ 2 കുട്ടികളും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ഔട്ട്സൈഡ് ഓഫ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാവുന്നത് അല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പാർട്ടിസിപ്പൻസ് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കും സംശയമില്ല? സാർ, ഞങ്ങൾക്ക് 2018 203 കാൻഡിഡേറ്റ്സും 2019 370 കാൻഡിഡേറ്റ്സും അതിൽ 102 ഗ്രൂപ്പ്സും ഉണ്ട്. ഓൾ ഓവർ കേരള ആണ്. ഇതിപ്പോ 2020 മുതൽ ഡിസ്ട്രിക്ട് വൈസ് ആണ് ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് സൈക്കിൾ ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അവിടെ സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2019 കുട്ടികളാണെങ്കിൽ അവരുടെ ഫണ്ടിങ്ങിന്റെ ഇവാലുവേഷൻ കഴിഞ്ഞു. ഇനി അവർക്ക് ഫണ്ട് റിലീസിംഗ് ആണ് വരുന്നത്. അവർ ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവര് റണ്ണേഴ്സും വിന്നേഴ്സും സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഫണ്ട് റിലീസ് ചെയ്യാവുന്ന സ്റ്റേജ് വരെ എത്തി. ഫണ്ടിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? ഫണ്ടിന്റെ കാര്യം സോ നമുക്കൊരു ഇത്ര എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇവർ കൊണ്ടുവരുന്ന പ്രോജക്ട് ഓറിയന്റഡ് ആയി സ്ട്രിക്ട്ലി അവരുടെ കോൺട്രാസ്റ്റ് റിലേറ്റഡ് ആയിരിക്കും. അവർ എത്ര എമൗണ്ട് ആണ്, ഇപ്പൊ ഒരു 3 നില കെട്ടിടം ബിൽഡിംഗ് ആണ് അവരുടെ പ്രോജക്റ്റ് എങ്കിൽ അവർ ഫസ്റ്റ് നില കെട്ടിടം അവർ ഒരു 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് എന്നുള്ള പ്രപ്പോസലാണ് ഞാൻ കൊണ്ടുവരുന്നത് എങ്കിൽ ആ ആദ്യത്തെ നില കെട്ടാനുള്ള കാര്യങ്ങൾ അവര് എത്ര വരെ എത്തി അത് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലാണ് എങ്കിൽ ആ ഒരു എമൗണ്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. എത്ര എമൗണ്ട് ആണ് അവർ ചോദിക്കുന്നതെങ്കിൽ ആ എമൗണ്ട് റിലീസ് ചെയ്യും. അത് ഞങ്ങളുടെ മുന്നിലും അത് കൺവിൻസ്ഡ് ആവുന്ന സ്റ്റേജിൽ അവർക്ക് പ്രസന്റ് ചെയ്ത് ഇവാലുവേഷൻ പ്രോസസ്സിൽ പാസ് ചെയ്താൽ നമ്മൾ ആ ഫണ്ട് റിലീസ് ചെയ്യും. അപ്പൊ ഇപ്പൊ രജിസ്ട്രേഷൻ പാർട്ടാണ്. ഈ രജിസ്ട്രേഷൻ പാർട്ടിൽ അവർക്ക് രജിസ്റ്റർ ചെയ്ത് അവർ ഐഡിയയുടെ ഇനിഷ്യൽ സ്റ്റേജ് ആണല്ലേ, കാരണം അവരുടെ ഒരു പ്രോഡക്റ്റ് ഇല്ല, അവർ ജസ്റ്റ് ഒരു ഐഡിയ ആണ്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു സിലിണ്ടർ, നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്യാണ്. ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഈ ലീക്കേജ് എനിക്ക് കളയണം, ഇന്ന ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് എനിക്ക് ലീക്കേജ് തടയണം എന്നാണ് ആ കുട്ടിയുടെ ഐഡിയ. ആ കുട്ടിക്ക് വേറെ ഒന്നും അറിയില്ല. ആ കുട്ടിക്ക് എങ്ങനെയാണ് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരേണ്ടതെന്നും അതിന്റെ സ്റ്റേജസ് എന്താണെന്നും ആ കുട്ടിക്ക് അറിയാം. പക്ഷേ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനുള്ള സപ്പോർട്ട് ആ കുട്ടിക്ക് എങ്ങനെ കിട്ടണം എന്നുള്ള കാര്യം കുട്ടിക്ക് അറിയില്ല.
അപ്പൊ ആ കുട്ടീനെ നമ്മൾ സെലക്ട് ചെയ്താൽ ഇനി നമുക്ക് ആ കുട്ടിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അതായത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവന്റെ ഇനി ആ പ്രോഡക്റ്റിലേക്ക് വരണം മുന്നേ എന്തൊക്കെയാണ് ആ കുട്ടി കടന്നു പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ക്ലാരിറ്റി നമ്മൾ കൊടുക്കാനുള്ള ഒരു എക്സ്റ്റേണൽ മെന്റർഷിപ്പ് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ അവൻ ആദ്യത്തെ സ്റ്റെപ്പ് കടക്കാനുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ മെന്റർ ഹെൽപ്പും നമ്മൾ കൊടുത്തതിന് ശേഷം അവന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോട്ടോടൈപ്പിനുള്ള എമൗണ്ട് കൊടുക്കാനുള്ള കാര്യത്തിന് മുൻപായിട്ട് നമ്മൾ ഒരു ഇവാലുവേഷൻ വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ കുട്ടി എത്തിക്കഴിഞ്ഞാൽ ഇവാലുവേഷൻ കഴിഞ്ഞ ശേഷം ആ കുട്ടിക്ക് നമ്മൾ ഫണ്ട് റിലീസ് ചെയ്യും. നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ICT അക്കാദമിയും നമ്മുടെ സപ്പോർട്ട് ഉണ്ട് KDSകിന്റെ ഒപ്പം തന്നെ. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു നല്ലൊരു പ്രോട്ടോടൈപ്പ് ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഡയറക്റ്റ്ലി നമുക്ക് അവരുടെ ലാബിൽ അവരുടെ ലാബിൽ അവരുടെ വർക്ക് ചെയ്യാനുള്ളതും അതുപോലെ R&D ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ കൊടുക്കും. ഒരു കോളേജിൽ ഒരു കുട്ടിക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ കോളേജിൽ മാത്രമായിരിക്കില്ല മീൻസ് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആ കുട്ടിക്ക് ആ കോളേജിൽ മാത്രമുള്ള ഫെസിലിറ്റി മാത്രമാവും കിട്ടുക. പക്ഷെ YIP വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് വേറെ R&D ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ചും കൂടിയും വലിയ ഹൈ ലെവലിലേക്ക് ആ കുട്ടിക്ക് വളരെ ക്ലിയർ ആയിട്ട് കൂടി ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ നമുക്കൊരു R&D ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഏത് കോളേജിലാണെങ്കിൽ കൂടി ആ കുട്ടിക്ക് ആ ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ട് മാത്രമല്ല എല്ലാ ഫെസിലിറ്റേഷനും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺസ് ഇവർ നമുക്ക് കുട്ടികളായി വൺസ് ഇവർ ഈ രജിസ്ട്രേഷൻ പാസ് ചെയ്താൽ ഞങ്ങളുടെ കുട്ടികളായി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 3 വർഷത്തേക്ക് ഇവർ ഞങ്ങളുടെ കുട്ടികളായിരിക്കും. ഈ പ്രോജക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഹെൽപ്പും ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യും, മെന്റർഷിപ്പായിട്ടും ഫണ്ടായിട്ടും. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ ഒരു ഐഡിയ എടുത്തിട്ട് വന്നാൽ മതി, ബാക്കിയെല്ലാം KDSകിന്റെ സപ്പോർട്ടോട് കൂടി നടത്തപ്പെടുമെന്ന് പറയുന്നു അല്ല? അതെ അതെ അതെ. ഐഡിയ എന്ന് പറയുന്നത് ആ ഐഡിയ മീൻസ് അവരുടെ ഈ പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലം ആർക്കാണ് ഹെൽപ്ഫുൾ ആകുന്നത്, കാര്യങ്ങൾ ക്ലാരിറ്റി വേണം. ആ ഒരു ക്ലാരിറ്റി വന്ന് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ അതിന് സ്ക്രീനിങ് കഴിഞ്ഞ ശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കാവുന്ന എല്ലാ ഹെൽപ്പും എല്ലാ ഫെസിലിറ്റേഷനും നമ്മൾ KDS തരുന്നതായിരിക്കും. ഇനി കുട്ടികൾക്ക് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ എന്റെ പേര് മാസിൻ MV. ഞാൻ അവിടെ M.Com ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ് PSMO കോളേജിലെ. ഈ ലോക്ക്ഡൌൺ ടൈമില് ഞാനും കൂട്ടുകാരുടെ ഒരു ചെറിയൊരു സംരംഭം എന്നുള്ള നിലക്ക് കൂട്ടുകാരുടെ കോളേജിലെ കുട്ടികളല്ല, ഞാനും കൂട്ടുകാരുടെ ഒരു പ്രോഗ്രാം തുടങ്ങിയിരുന്നു. അതായത് വുഡിൽ നിന്നൊക്കെ നമ്മുടെ കാർപ്പന്റേഴ്സിന്റെ ഒക്കെ ഇത് വേസ്റ്റ് വെച്ചിട്ട് ഒരു എന്താ പറയാ ഒരു ഗിഫ്റ്റിങ്ങിനുള്ള മെറ്റീരിയൽ എന്നുള്ള നിലക്ക് കുറച്ച് പ്രോഡക്ട്സ് ഒരു നേച്ചർനെസ് എന്നുള്ള പേരില് ഒരു ചെറിയൊരു പ്രോഗ്രാം തുടങ്ങിയിരുന്നു. ഇപ്പോ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോ ഓൾമോസ്റ്റ് ഒരു 7 months ആയിട്ടുണ്ട്. മെയ് 1st ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഓൾറെഡി ഇപ്പൊ ജസ്റ്റ് ചെറിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇനി എന്താണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് ചെയ്തു തരാൻ പറ്റുക എന്നുള്ളത് അറിഞ്ഞാൽ. ഇപ്പോഴും കോളേജ് സ്റ്റുഡന്റ് തന്നെയല്ലേ? യെസ്, ഞാൻ ഇപ്പൊ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ് ഇവിടെ. ഡെഫിനറ്റ്ലി ഇവിടെയാണ് നിങ്ങൾക്ക് YIPയുടെ ഹെൽപ്പ് വരുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ YIPയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ ഒരു ഇതിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതാണല്ലേ, അപ്പൊ സോ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഈ പ്രോജക്റ്റിന്റെ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലെ? ഡെഫിനറ്റ്ലി നിങ്ങൾ 7ാം തീയതിക്ക് മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റ് ലെവൽ സ്ക്രീനിങ്ങിന് ശേഷം സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളാണ്. ഞങ്ങൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ, ഈ പ്രൊഡക്റ്റിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്, ആരെയൊക്കെയാണ് ഇത് ഹെൽപ്ഫുൾ ആക്കേണ്ടത്, അതിനുള്ള ആൾക്കാരെ ഞങ്ങൾ എത്തിച്ച് തരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഫിഷറീസ് കോളേജിൽ, ഇപ്പൊ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുന്നത്. ഇവിടെ ഫിഷറീസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലൈവായിട്ട് ഫിഷുകൾ ഓരോ വീട്ടിലും കൊടുക്കാൻ സാധിക്കുക. നമ്മുടെ പുഴ മത്സ്യങ്ങൾ വീടുകളിൽ ലൈവായിട്ട് അവർക്ക് കൊടുക്കണം. ജീവനുള്ള മീനുകളിൽ അവർക്ക്
എല്ലാ വീട്ടിലും എത്തിച്ച് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും? അപ്പൊ അവർക്ക് ഫിഷുകളുടെ ഓരോ സ്പീഷീസിന്റെയും സ്വഭാവത്തെയും മാത്രമേ അവർക്ക് അറിയുള്ളൂ. പക്ഷെ അത് എങ്ങനെ എത്തിച്ച് കൊടുക്കണം എന്ന് അവർക്ക് അറിയില്ല. അവർക്കത് എത്തിക്കണമെങ്കിൽ ഒരു വാഹനം എന്തായാലും വേണം. ആ വാഹനം ഉണ്ടാക്കേണ്ടത് അവർക്ക് അറിയില്ല, കാരണം അവർ മെക്കാനിക്കൽ സ്റ്റുഡൻസ് അല്ല. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അവര് ഞങ്ങളുടെ കുട്ടികളായപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നാണ്. ഒരു ആറാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കുകയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എന്താ, അവർക്കുള്ള എമൗണ്ട്, അതായത് ആ കുട്ടികൾക്ക് ഒരു മെന്റർഷിപ്പ് കൊടുക്കുക, ആ വാഹനം എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു ഹെൽപ്പ്, ഒരു എക്സ്റ്റേണൽ മെന്റർഷിപ്പ് ഞങ്ങൾ ആ കുട്ടികൾക്ക് കൊടുത്ത ശേഷം ആ വാഹനം ഉണ്ടാക്കാനുള്ള എമൗണ്ട് അത് ഞങ്ങൾ നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഒരു നിങ്ങളുടെ ഇപ്പൊ എംകോം സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോജക്റ്റ്, ഈ ഒരു ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഒരു മെന്റേഴ്സ് നിങ്ങൾ പറഞ്ഞാൽ ആ മെന്റേഴ്സിന് ഞങ്ങൾ ഡെഫിനറ്റ്ലി ഞങ്ങളത് പ്രൊവൈഡ് ചെയ്യും. ഏത് മേഖലയിലുള്ള ആളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ന ആളെ, ഏത് മേഖലയിലുള്ള ആളെയാണ് ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുക എന്ന് ക്വസ്റ്റ്യൻ അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ ഡെഫിനറ്റ്ലി അതിനുള്ള ആൾക്കാരെ സെർച്ച് ചെയ്ത് നിങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഹെൽപ്പ് ഞങ്ങൾ തരുന്നതായിരിക്കും. അതുപോലെ ഫണ്ടും അതുപോലെ തരുന്നതായിരിക്കും. സോ മസിൻ ലേറ്റ് ആവണ്ട, ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാവാതിരിക്കുക. പലർക്കും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു 5 years ബാക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്തായാലും നബീൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്കൊന്നും ഐഡിയ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ക്ലാസ് റൂമിൽ മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കുക, നിങ്ങൾക്ക് എത്ര പ്ലാറ്റ്ഫോമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങളൊരു പ്ലാറ്റ്ഫോം പോലും മിസ്സാക്കാതെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ്ഫുൾ ആവാൻ വളരെയധികം ശ്രമിക്കുക. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ എംകോം അല്ലെങ്കിൽ വളരെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആ തോന്നൽ തന്നെ ആദ്യം മാറ്റുക. നിങ്ങൾ കണ്ണ് തുറന്നു നോക്കുക. മസീം പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരിക. നിങ്ങളാണ് യുവതലമുറ, നിങ്ങൾക്ക് കഴിയാവുന്ന അത്രയൊന്നും ആർക്കും കഴിയില്ല. നിങ്ങൾ വിചാരിച്ചാൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് എത്താവുന്ന മാക്സിമം ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. മസീം ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഷുവർ മിസ്, താങ്ക് യു. അപ്പൊ ഞാനിത് കഴിഞ്ഞിട്ട് എങ്ങനെയായാലും മിസ്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. Anytime you can contact, anytime. Any doubt ഉണ്ടോ ആർക്കെങ്കിലും? രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ സമയത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൾ ചെയ്യാം. നമ്പർ എനിക്ക് തോന്നുന്നു കരീം സാറെ കയ്യിൽ ഉണ്ട്. ഞങ്ങൾ ആര് വേണമെങ്കിലും വിളിക്കാം. എസ്പെഷ്യലി സർ, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഇവിടെ പ്രൈസ് കൊടുക്കും. ഞങ്ങൾ IIC കൗൺസിലുണ്ട്, എല്ലാ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും. മലപ്പുറം ഡിസ്ട്രിക്ട് ആയതുകൊണ്ട് നമുക്ക് ഇനി സംശയം ആരും ഇല്ലാന്ന് തോന്നുന്നു. ശ്രീഷ മാഡം, നമുക്ക് നന്ദി പറയാം. നന്ദി പറയുന്നതിനായിട്ട് ശ്രീഷ മാഡത്തിനെ ക്ഷണിക്കുന്നു. Okay, Ganesh sir, thank you. So, our most respected Principal Dr. Aziz sir, Director of IIC and Price, Dr. Kareem sir, Program Executives of KDIS, Mr. Mohammed Nabil VP and Ms. Rajeshri ma'am. A warm good morning and Happy New Year. So, first of all, let me thank Dr. Kareem sir for inviting me to be a part of Price and other innovative programs that have been organizing in PSMO College. As we all know, Kareem sir has been taking a lot of pain to organize these kinds of activities. So being a convener of this program, my role is very meager, I know. Because of some busy schedules, I couldn't actively participate in this program. Anyway, I'm so much interested in this kinds of program. So while coming to the list of participants, we can see only a handful of students have joined in this program. Actually around 30 to 35 students. Actually, we have invited only students, those who have keen interest in these kinds of programs. Actually, we don't want the students, those who are not at all interested in these kinds of programs. That's why all the students, those who have joined this program is really interested. And I hope this section was really helpful for them. And I'm really thankful to Mr. Mohammed Nabil and Mr. Rajeshri ma'am for enlightening our students by giving a lot of information to them. And Mr. Mohammed Nabil sir has given a lot of information regarding different kinds of programs they have arranged under KDIS, and Rajeshri ma'am has given a lot of information relating to how to
register in YIP and what are the various procedures for getting registered in YIP programs. And really, the session was very useful for our students. Actually, being a commerce teacher, I'm not at all satisfied in teaching commerce subject, because what we are actually doing is we are trying to give the contents which are given in the textbook, just to try to disseminate the information on the textbook, but we never touch on practical aspects. We are teaching how to develop marketing strategies and how to develop products and what are the various processes in product development, etc. But never we get an opportunity to practicalize these situations. Now we have a lot of opportunities like YIP, REDC, etc., IIC, etc. So we will definitely participate all these programs, and regularly we are promoting our students. Actually, we have so much ideas. Lot of ideas are there in the mind of students, but they never come forward. That is the main issue. We are continuously promoting them to come forward. So definitely we will be with you, and we we expect your support for this purpose in the coming days also. So from the bottom of my heart, I express my sincere gratitude to Muhammad Napil VP and Ms. Rajeshri ma'am for enlightening our students with warm presentation. I also express my gratitude to Karim sir for organizing this wonderful session and also inviting apt person for this program. Thank you, sir. Thank you very much. I also thank participants, I mean all the students for being spend your valuable time. I know you have classes now. This is actually class time. Even though you have classes, you come forward and join this program. So I express my sincere gratitude to my student also. Thank you, sir. Thank you very much. Thank you, ജയറാം സാറിനോട് നന്ദി പറയാണ്. നമ്മളെ പരിപാടി അറിയിച്ചു. സാറ് കറക്റ്റ് സമയത്ത് തന്നെ നമ്മളെ പരിപാടി ഉദ്ഘാടനത്തിനെത്തി. സാറിന് നന്ദി അറിയിക്കുന്നു. പരിപാടി ഇവിടെ നിർത്തല്ലേ സാറേ? ഓക്കെ, താങ്ക് യു. Okay, sir. Thank you. Thank you, sir. Thank you, Karim. Thanks for coming. Thank you, sir.